സ്നേഹനന്ദങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ വൈറലായി തീർന്ന ഒരു വീഡിയോ, ഒരു കേരളത്തിലെ സഭയ്ക്കകത്ത് നടന്ന കൂട്ടത്തല്ലിൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോ ആണ് ഇന്ന് ഇങ്ങനൊരു പാഠഭേദം ചെയ്യാൻ കാരണം. എന്തൊക്കെ സഭകളിലൊക്കെ എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള തല്ലുകൾ, വഴക്കുകൾ, വീഡിയോകളൊക്കെ ഒത്തിരി പ്രചരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ എന്താ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കാൻ എനിക്കുള്ള ഒരു താല്പര്യക്കുറവ് ആസാദിയുടെ പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം. ഈ വീഡിയോയ്ക്കും പ്രതികരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. കാരണം നമ്മുടെ കുറവുകൾ ഈ പറഞ്ഞ പബ്ലിക് പ്ലേസിൽ, പബ്ലിക് ഡൊമൈനിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നല്ലതാണോ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ആസാദിയുടെ ഒരു വ്യൂവർ എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഈ കണ്ട വീഡിയോ അല്ല, ഈ അടിപിടി വീഡിയോ അല്ല, മറ്റൊരു വീഡിയോ ഇട്ടിട്ട്, പാസ്റ്ററെ, ഞങ്ങളൊക്കെ പുതുതായിട്ട് വിശ്വാസത്തിൽ വന്ന ആളുകളാണ്, പ്രത്യേകിച്ചും ക്രൈസ്തവമല്ലാത്ത പശ്ചാത്തലത്തിൽ നിന്ന് ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിൽ വന്ന ആളുകളാണ്. ഞങ്ങൾ പോകുന്ന ചർച്ചയൊക്കെ നല്ല ചർച്ചാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ മനസ്സിന് വലിയ പ്രയാസമുണ്ടാക്കുന്നു. ഞങ്ങളെപ്പോലെ വിശ്വാസത്തിൽ മറ്റ് സമൂഹങ്ങളിൽ നിന്നൊക്കെ വന്നവർക്ക് ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ ഒരു നല്ല ചർച്ച കിട്ടിയില്ല എങ്കിൽ അവർ ഈ വീഡിയോകൾ കണ്ട് തെറ്റിദ്ധരിക്കുവാനും ഇടറിപ്പോകുവാനും വീണുപോകുവാനും ഒക്കെ സാധ്യതയില്ലേ? അതുകൊണ്ട് പാസ്റ്റർ ഇതിനെക്കുറിച്ച് ഒരു നല്ല വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടു. അതെന്നെ ചിന്തിപ്പിച്ചു. ചില കാര്യങ്ങളിൽ നിശബ്ദത അത് വലിയ വീഴ്ചയാണ്. നാം സംസാരിക്കണം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ പെന്റിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ അകത്തുള്ള അടിപിടികളെക്കുറിച്ച് അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയത്, അല്ല എങ്കിൽ ആളുകൾ ചോദിക്കും, പിന്നെ പാസ്റ്റർ മാറിയോ, എന്തുകൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നു? പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് അനേകർ മലിനമാകുവാൻ ഇടയായിത്തീരും. കയ്പുള്ള വേര് മുളച്ചാൽ അത് അനേകരുടെ പിന്മാറ്റത്തിനോ വീഴ്ചയ്ക്കോ ഒക്കെ കാരണമായിത്തീരും. ഞാൻ പണ്ടൊരു പാഠഭേദത്തിൽ പറഞ്ഞതാണ്, അപ്പോസ്തലനാകുന്ന പത്രോസേ, യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷമാണ്, പക്ഷേ സ്വർഗാരോഹണത്തിന് മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പണ്ട് വിട്ടുകളഞ്ഞ വലയും വള്ളവും ഒക്കെ എടുത്ത് മീൻ പിടിക്കുവാൻ വേണ്ടി പോയി. ഒറ്റയ്ക്കല്ല പോയത്, കൂടെ 6 പേരെയും കൂടെ കൂട്ടി. അന്ന് ഞാൻ പറഞ്ഞു, പിന്മാറിപ്പോകുന്നവൻ ഒറ്റയ്ക്കല്ല പിന്മാറുന്നത്, കൂടെ കുറേ ആളുകളെ കൂടെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇത്തരം വാർത്തകൾ അനേകർ സങ്കടപ്പെടുവാനും ഈ പറഞ്ഞതുപോലെ നല്ല ചർച്ചിൽ ആരാധിക്കാനുള്ള സൗഭാഗ്യം കിട്ടാത്തവർക്ക്, നല്ല ചർച്ച എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ അടിയും പിടിയും വഴക്കും സ്വജനപക്ഷപാതവും ഒന്നുമില്ലാത്ത സത്യസന്ധമായി കൂടിയൂരുകൾ നടത്തുന്ന കൂട്ടായ്മകളെക്കുറിച്ചാണ്. അത് കിട്ടുവാൻ ഭാഗ്യമില്ലാത്തവർക്ക് ഒരുപക്ഷെ ഇടർച്ചയുണ്ടാകുവാൻ കാരണമായിത്തീരുമെന്ന ഒരു ചിന്ത, ഒരു ബോധ്യമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ കാരണം. ഈ അടിപിടി പ്രശ്നങ്ങൾ വേണമെങ്കിൽ പെന്തക്കോസ്തിനെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, പെന്റിക്കോസ്റ്റൽ ആശയങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
പഴയ പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ വേണമെങ്കിൽ എനിക്ക് വാട്ട് അബൌട്ട് എന്ന ചോദ്യത്തോടു കൂടെ ന്യായീകരിക്കാം. അതായത് പെന്തക്കോസ്തിൽ മാത്രമാണോ പ്രശ്നം? ഈ അടിയും പിടിയും വഴക്കുമൊക്കെ ഇന്ന സഭകളിലുമില്ലേ? അല്ല എങ്കിൽ പോലീസ് കേസും ലാത്തി ചാർജും ഒക്കെ നടക്കുന്ന കാഴ്ചകൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കേൾക്കുന്നത് പെന്തക്കോസ്തുകാരെക്കുറിച്ച് മാത്രമാണോ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പെന്തക്കോസ്തിൽ ഒന്നുമില്ലല്ലോ എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ശുദ്ധമായ ഒരു ന്യായീകരണ രീതിയായതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം ഈ പറഞ്ഞ അടിയും പിടിയും വഴക്കുമൊക്കെ പല ക്രൈസ്തവ സമൂഹങ്ങളിലുമുണ്ട്. അവരെയൊക്കെ പെന്തക്കോസ്തുകാരായ ഞങ്ങൾ നാമോദയ വിശ്വാസികളെന്നാണ് പലപ്പോഴും വിളിക്കുന്നത്, അല്ലെങ്കിൽ സമുദായക്കാർ എന്ന് വിളിക്കും, ട്രഡീഷണൽ ചർച്ചസ്. അതുകൊണ്ട് തന്നെ അവരെ നാമോദയക്കാരെന്ന് വിളിക്കുന്നത് കൊണ്ട് അവർ നോമിനലല്ലേ, അവർക്കും അതൊക്കെ പറ്റുമെന്നും നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ ഈ പറഞ്ഞ വിശ്വാസം, വചനം ഇതിനു വേണ്ടിയൊക്കെ നിൽക്കുന്നവരെന്ന് ഊറ്റം കൊള്ളുന്നത് കൊണ്ട് ആ ഒരു അഭിമാനത്തോടുകൂടെ സംസാരിക്കുന്ന രീതിയുള്ളത് കൊണ്ട് കുറച്ചുകൂടെ പൊതുജനത്തിന് പെന്തക്കോസ്തിൽ നിന്ന് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇവർ നാമോദയക്കാരെ പോലെയല്ല, ഇവർ അല്പം കൂടെ നല്ലവരാണെന്ന് എന്ന് പറഞ്ഞാൽ വചനമനുസരിക്കുന്നവരാണെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. ഈ പുള്ളി മാറ്റി വെള്ളയുടുത്ത് നമ്മളിങ്ങനെ നടക്കുകയല്ലേ, ഈ വെള്ളയുടുപ്പിൻ്റെ ഭംഗി കേവലം ബാഹ്യമല്ല ആന്തരികമായിട്ടുമുണ്ടെന്നുള്ളത് നാം തെളിയിക്കണം. നമ്മളെക്കുറിച്ചുള്ള ജനത്തിൻ്റെ പ്രതീക്ഷ അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാട്ടബോട്ടറിയിലേക്ക് പോകാത്തത്. കാരണം പൊതുസമൂഹത്തിന് പെന്റിക്കോസ്റ്റൽ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ പാലിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന സത്യം ആദ്യമേ തന്നെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ഭൂഷണമല്ല. ഈ തരത്തിൽ നമ്മുടെ സഭാ സമൂഹങ്ങൾ മുമ്പിലേക്ക് പോയാൽ നമ്മുടെ സമൂഹങ്ങൾ അല്ലെങ്കിൽ ഫെലോഷിപ്സ് കാലഹരണപ്പെടുമെന്നും ദൈവം മറ്റൊരുവനെ ഉപയോഗിക്കുമെന്നുമുള്ള ഒരു സത്യം നാം മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ദൈവത്തിന് ആരോടും ഞാൻ നിന്നെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന കോൺട്രാക്റ്റ് ഒന്നുമില്ല. ഒരുവനെ ഒടിച്ചു കളഞ്ഞെടുത്ത് മറ്റൊരുവനെ ഒട്ടിക്കുവാൻ ദൈവത്തിന് കഴിയും. ഓരോ കാലഘട്ടത്തിലും നമ്മെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോട് ചെയ്തില്ല എങ്കിൽ ദൈവം ചിലതിനെ ഒടിച്ചു കളവാൻ ഇടയായിത്തീരുമെന്നും മറ്റൊരാളെ ഉപയോഗിക്കുമെന്നും നാം മനസ്സിലാക്കണം. അങ്ങനെ ആരെയെങ്കിലും ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഈ പണ്ടത്തെ പരീശന്മാരെ പോലെ, യേശുവിൻ്റെ കാലത്തെ പരീശന്മാരെ പോലെ നമ്മൾ മുറുമുറുത്തിട്ട് കാര്യമില്ല. യേശു ജനത്തിൻ്റെ നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ പരീശന്മാർ ചോദിച്ചു, യവൻ ശാസ്ത്രം അഭ്യസിച്ചിട്ടുണ്ടോ? അല്ലായെങ്കിൽ ഇവൻ തച്ചൻ്റെ മകനല്ലേ? നമ്മുടെ ഭാഷയിൽ ഇവൻ ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇവൻ ഏത് സെമിനാരിലാണ് പഠിച്ചത്? ഈ സെമിനാരിൽ പഠിച്ച ഓർഡിനേഷൻ കിട്ടിയ എല്ലാ സർട്ടിഫിക്കറ്റുമുള്ള നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദൈവരാജ്യം അതിനെ മോശമാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ദൈവം ഇതൊന്നുമില്ലാത്ത ചില തച്ചന്മാരുടെ മക്കളെ, അല്ല എങ്കിൽ ഒരു പാഠശാലയിലും പഠിച്ചിട്ടില്ലാത്തവരെ ഒക്കെ ഉപയോഗിക്കും. നമ്മൾ മുറുമുറുത്തിട്ട് കാര്യമില്ല എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഇത് ഒരു മുന്നറിയിപ്പ് പോലെയാണ്. കാലഘട്ടത്തിൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് നിൽക്കുന്നില്ലെങ്കിൽ ദൈവം മറ്റാരെയെങ്കിലും അവൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കപ്പെടും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക്
ഉണ്ടാകണം. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭകളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആളുകൾ കൂടുന്നിടത്ത് എവിടെയാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. 1-ാം നൂറ്റാണ്ടിലും അത് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത് എൻ്റെയൊക്കെ നാടിന് വളരെ അടുത്തുള്ള സ്ഥലത്താണ്. റാന്നിക്ക് അടുത്ത് മേത്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് മേത്താനംകാരായ ചില സ്നേഹിതരെ ഞാൻ ഓർക്കുന്നു. നല്ല ഒരു ദേശം. പക്ഷേ ഇപ്രാവശ്യം മേത്താനം കേരളം മുഴുവൻ ഇങ്ങനെ അറിയുകയാണ്. ആ വീഡിയോ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ നൂറ്റാണ്ടിൽ ആദ്യത്തെ പ്രശ്നമുണ്ടായത് ആദിമസഭയിലെ ആദ്യത്തെ പ്രശ്നം ഈ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ്. അവിടെയും ഇതുപോലെയുള്ള ചില തർക്കങ്ങളായിരുന്നു. അതായത് യവന ഭാഷ സംസാരിക്കുന്നവരും എബ്രായ ഭാഷ സംസാരിക്കുന്നവരും തമ്മിലുള്ള തർക്കം. ഇവിടെ മേത്താനത്ത് എനിക്ക് കിട്ടിയ വാർത്ത ശരിയാണെങ്കിൽ കോഴിക്കാലിൻ്റെ വലുപ്പമാണ് പ്രശ്നമായി തീർന്നതെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലെ അതേ പ്രശ്നം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രവൃത്തി 6-ൽ എന്തായിരുന്നു പ്രശ്നം? യവന ഭാഷ സംസാരിക്കുന്നവർ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. അതായത് ഞങ്ങളുടെ വിധവന്മാർക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ അതിനകത്ത് അപാകതയുണ്ടാകുന്നു. എബ്രായ ഭാഷ സംസാരിക്കുന്നവർ ഭക്ഷണം വിളമ്പുമ്പോൾ യവന ഭാഷ സംസാരിക്കുന്നവർക്ക് ഈ പാർഷ്വാലിറ്റിയൊക്കെ കാണിച്ച് അത്രമാത്രം അവരെ നോക്കിക്കണ്ട് വിളമ്പുന്നില്ല. പ്രശ്നമായി. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി കോഴിക്കാലിന് വേണ്ടി അടിയിടാമോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ സഭാചരിത്രത്തിലെ ആദ്യത്തെ അടി തന്നെ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ അളവിന് വേണ്ടിയായിരുന്നു. അന്നവിടെ കോഴിക്കാലാണോ കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ കോഴിക്കാലാണ് വില്ലനായിരിക്കുന്നതെന്ന് സാമൂഹിക മാധ്യമങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നു. എന്തായാലും പ്രശ്നം പരിഹരിക്കാൻ അപ്പോസ്തോലനായ പത്രോസ് അവിടെ ഈ പറഞ്ഞതുപോലെ രണ്ടാക്കിയില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ ചെയ്തത് പരിശുദ്ധാത്മ നിറവുള്ള ചിലരെ ഭക്ഷണം വിളമ്പുന്ന ജോലിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വേർതിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആത്മനിറവുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നിറവ് ഇത്തരത്തിലുള്ള പക്ഷാഭേദങ്ങളെ അതിജീവിക്കാനുള്ള കൃപ തരും. ഇനി ആ തിരഞ്ഞെടുത്തവരുടെ പേരുകളൊന്ന് പഠിച്ചു നോക്കിയാൽ അവയിൽ പലതും ഗ്രീക്ക് പേരുകളായിരുന്നു. അതിൻ്റെ അർത്ഥം കംപ്ലൈൻറ്റ് പറഞ്ഞ യവന ഭാഷ സംസാരിക്കുന്നവരെയാണ് ആ ഒരു ജോലി ഏൽപ്പിച്ചത്. കാരണം നിങ്ങളെ തന്നെ ആ ജോലി ഏൽപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കത്തില്ലല്ലോ. മാത്രമല്ല, നിങ്ങൾക്ക് ആത്മനിറവുണ്ടെങ്കിൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന നിങ്ങൾ വിളമ്പുമ്പോൾ എബ്രായ ഭാഷ സംസാരിക്കുന്നവർക്ക് കുറഞ്ഞു പോകത്തുമില്ല. സമത്വമുണ്ടാകും. പക്ഷാഭേദമില്ലാതെ വിളമ്പാൻ ആർക്ക് കഴിയും? ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് കൊണ്ട് വന്ന വിഭാഗത്തിലെ ആത്മനിറവുള്ളവർക്ക് കഴിയും. ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. കോഴിക്കാലിൻ്റെ വലുപ്പമാണോ പ്രശ്നം? അല്ല, കോഴിക്കാലിൻ്റെ വലുപ്പമല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? കോഴിക്കാല് ഒരു കാരണം മാത്രമാണ്. അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ മാനസിക അടുപ്പക്കുറവുകളുണ്ട്. ഒരുപക്ഷെ കോഴിക്കാല് വിളമ്പിയ ആളിനോട് സ്വീകരിച്ച ആളിന് പണ്ടേ എന്തോ ഒരു വിഷമമുണ്ട്. അദ്ദേഹത്തിന് തോന്നുന്നു എനിക്ക് വേണ്ടി മനഃപൂർവ്വം ഇവൻ തെരഞ്ഞു പിടിച്ച് ചെറിയ കഷ്ണം ഇട്ടതാണ്. ഏത്? ഈ പറഞ്ഞ പ്രവൃത്തി 6-ാം അധ്യായത്തിൽ സംഭവിച്ചതുപോലെ തന്നെ. അപ്പോൾ അദ്ദേഹം ഒന്ന് ചോദിക്കുന്നു, എന്താടാ എനിക്ക് മാത്രം ചെറുത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മറുപടി വരുന്നു, കോഴിക്കാലല്ല വിഷയം, അതിന് പുറകിൽ മറ്റെന്തൊക്കെയോ ഈർഷ്യയും പകയും പിണക്കവും ഒക്കെ ഇരിക്കുന്നു. ഇനി ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം, ആത്മനിറവില്ലാത്തതാണ് പ്രശ്നം. സഭകൾക്കകത്ത്
ആത്മനിറവില്ല. ഇന്ന് പെന്തക്കോസ്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പെന്തക്കോസ്ത് വെറും കൂട്ടങ്ങളായി മാറിയിരിക്കുന്നു. പെന്തക്കോസ്തിൻ്റെ സ്കെലിറ്റനാണ് നമ്മൾ ഈ കാണുന്നത്. അസ്ഥിത്താഴ്വര എന്ന് വേണമെങ്കിൽ വിളിച്ചു. മാംസവും ഒന്നുമില്ലാത്ത, ജീവനും ഒന്നുമില്ലാത്ത യഹസ്കേൽ കണ്ട അസ്ഥിത്താഴ്വരകൾ, സ്കെലിറ്റനാണ് കേട്ടോ. ഈ അസ്ഥികളല്ലാതെ വേറെ ഒന്നുമില്ല. ആത്മനിറവില്ല. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അവിടെ വീശുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കോഴിക്കാല് പ്രശ്നമാകുകയില്ല. അതിനു മുമ്പ് തന്നെ കോഴിക്കാൽ ഒരു ഇഷ്യൂ ആകുവാൻ തീർന്ന ഈ മതഭേദങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലും, ജഡത്തിൽ നിന്ന് ശ്രമിച്ചാലും അത് തീരുകയില്ല. അത് തീരണമെങ്കിൽ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടായേ മതിയാകുകയുള്ളൂ. പിന്നെ ആരോട് പറഞ്ഞു, ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമാപന മീറ്റിങ്ങിന് കൊടുത്ത ഊണാണ് പ്രശ്നമാക്കിയത്. ഏതേ? ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമാപന മീറ്റിംഗ്. ആ ഫാസ്റ്റിംഗ് പ്രയറിൽ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ അനുതാപത്തിൻ്റെ ഒരു ചലനം ഉണ്ടായില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു, സംശയിച്ചു പോകുന്നു. അങ്ങനെയല്ലേ നടക്കേണ്ടത്? ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ജനം ഒന്നായിത്തീരുന്ന ആത്മനിറവിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണ്ടേ? ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കാലത്ത് നമ്മുടെ ചർച്ചകളിലൊക്കെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നുണ്ട്. എനിക്കൊരു നാടൻ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. എല്ലാവരും നെല്ലുണങ്ങി, കുരങ്ങ് വാലുണങ്ങി. എല്ലാവരും ഉപവസിക്കുന്നില്ലേ? നമുക്കും വെച്ച് കളയാം. വെറുതെ ഒരു ഉപവാസ പ്രാർത്ഥന മഹോത്സവം വെച്ചെന്നല്ലാതെ അവിടെ ആത്മതപനത്തിൻ്റെ, ആത്മനിറവിൻ്റെ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇതാണ് ഇതിൻ്റെ സത്യം. പരിശുദ്ധാത്മ പ്രവൃത്തി ഇല്ലാത്ത സഭകൾ. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് കേവലം ഈ അടി നടന്ന സഭയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായിട്ടും അടി നടക്കുന്ന കേരളത്തിലെ എല്ലാ ഫെലോഷിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ആ ഫെലോഷിപ്പുകളുടെ പ്രശ്നം ഞാൻ സങ്കടത്തോടു കൂടെ പറയട്ടെ, പെന്തക്കോസ്തിൻ്റെ ആത്മനിറവിൻ്റെ, ഉണർവിൻ്റെ അനുഭവങ്ങൾ ആ സഭയ്ക്കകത്തില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതേ ഇഷ്യൂസ് ഇന്നുമുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ അതിനെ എങ്ങനെ പരിഹരിച്ചു, അതുപോലെ ഇന്നും പരിഹരിക്കുവാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊരിന്തി ലേഖനത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള സഭയായിരുന്നു കൊരിന്തി സഭ. വളരെ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ കൊരിന്തി ലേഖനത്തിൽ ഞാൻ പറയാം. 3-ാം അധ്യായത്തിൽ കൊരിന്തിയ സഭയിലെ ഈ പറഞ്ഞ പക്ഷാഭേദത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡിവിഷനെ കുറിച്ചാണ് ഈ കൊരിന്തി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. 3-ാം അധ്യായത്തിൽ എന്താ ഡിവിഷൻ? ഞാൻ പൗലോസിൻ്റെ പക്ഷം, ഞാൻ അപ്പലോസിൻ്റെ പക്ഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേഫാവിൻ്റെ പക്ഷം. പല ഗ്രൂപ്പാണ് സഭയ്ക്കകത്ത് കേട്ടോ. ചർച്ചിൻ്റെ അകത്ത് പല ഗ്രൂപ്പാണ്. അതായത് പണമുള്ളവൻ്റെ ഗ്രൂപ്പ് ഒന്ന്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പെന്തക്കോസ്ത് വിട്ടുപോയ ആളാണ്, ഇപ്പം നിരീശ്വരവാദിയാണ്. അദ്ദേഹം പെന്തക്കോസ്തിനെ വിമർശിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ കണ്ടു. ആ വീഡിയോ ആളുകൾ എനിക്ക് ഇട്ടു തന്നു. എന്നിട്ട് പറഞ്ഞ് മാസ്റ്റർ ഇത് കണ്ടിട്ട് മറുപടി കൊടുക്കണം. ഞാനൊരു കുഞ്ഞു മറുപടി ആ മോന് കൊടുക്കുന്നുണ്ട്. സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ. ആ മോൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അമേരിക്കക്കാരുടെ ഒരു ഗ്രൂപ്പ്, പിന്നെ ഗൾഫുകാരുടെ ഒരു ഗ്രൂപ്പ്, പണക്കാരുടെ ഒരു ഗ്രൂപ്പ്, പാവം പിടിച്ചവരുടെ ഒരു ഗ്രൂപ്പ്, സഭയ്ക്കകത്ത് അങ്ങ് ഗ്രൂപ്പാണെന്ന് ആ മോൻ പറയുന്നത്. സത്യമാണോ? സത്യമാണ്. ഇവിടെ പലപക്ഷമാകട്ടോ. ഈ പലപക്ഷം ഉണ്ടാകുന്നതിൻ്റെ കാരണം കൃത്യമായിട്ടും പൗലോസ് 1 കൊരിന്തി ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു. എന്താ കാരണം? ഇവർ ആത്മീകരല്ല, ഇവർ ജഡികന്മാരാണ്. ഇന്ന് പെന്തക്കോസ്ത് സഭകളുടെ അകത്തുള്ള പ്രശ്നം, പെന്തക്കോസ്ത് സഭകളിൽ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന മെമ്പേഴ്സായിരിക്കുന്ന നല്ലൊരു പങ്കും അവരാത്മികരല്ല, അവർ ജഡികരാണ്. ജഡികരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ആന്നോ, സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പിന്നെ അന്യഭാഷ പറയുമോ എന്ന് ചോദിച്ചാൽ പറയും, അതൊക്കെ ചെയ്യും. പക്ഷേ ജഡത്തിൻ്റെ മേലൊരു ജയമില്ല. ഇപ്പോൾ ജനിച്ച കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ 40-50 വർഷമായിട്ട് ആത്മീക വളർച്ചയില്ലാതിരിക്കുക.
പൗലോസ് പറയുന്നത് ജഡികരാണെന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങളുടെ ഇടയിൽ 1 കൊരിന്ത്യർ ലേഖനം 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. ഇവരാരാണ്? ഇവർ ജഡികന്മാരാണ്. ജഡികൻ എന്ന് പറഞ്ഞാൽ ഈ പകയും പിണക്കവും എല്ലാം ഉള്ളവൻ. ജഡത്തെ ജയിക്കാൻ ഇവന് കഴിഞ്ഞിട്ടില്ല. ക്രിസ്തീയ വളർച്ചയൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സഭകളിലൊക്കെയുള്ള വ്യക്തികൾ ആരാണ്? നല്ല പ്യുവർ ജഡികന്മാരാണ്. ജഡികന്മാരാണ് ഇന്ന് സഭ നിറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ ജഡികന്മാർ കുറയുകയും ആത്മികന്മാർ സഭയിൽ വളരുകയും ചെയ്താൽ നമ്മുടെ സഭകളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കോഴിക്കാലിൻ്റെ വലുപ്പമല്ല പ്രശ്നമായിട്ട് അതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ ഈ ഒരു സീസൺ നമുക്കറിയാം, ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ കേരളത്തിലെ സഭകളിലൊക്കെ ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണ്. ഈ ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണ് എല്ലാ സഭകളിലും ഇങ്ങനെയുള്ള പക്ഷാഭേദങ്ങൾ ഉണ്ടാകുന്നത്. അതിനകത്ത് എല്ലാവരുടെയും കുറ്റമുണ്ട് കേട്ടോ. വിശ്വാസികളും അത്ര മോശമല്ല, ദൈവദാസന്മാരും അത്ര മോശമല്ല. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് കഴിയുമ്പോൾ ദൈവദാസന്മാർ ചിലർക്ക് സഭയിൽ നിൽക്കണം, ചിലർക്ക് പോകണം. പാസ്റ്റർ പോകുന്നത് പ്രശ്നം, പാസ്റ്റർ നിൽക്കുന്നത് പ്രശ്നം. ഇങ്ങനെ പല പ്രശ്നമാകുമ്പോൾ ഒരു പഴഞ്ചൊല്ലും കൂടെ പറയാം. തടിയുടെ വളവുമുണ്ട്, ആശാരിയുടെ കുഴപ്പമുണ്ട്. രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ പ്രശ്നമാണ്. സഭകൾക്കകത്തെല്ലാം പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇത് പ്രശ്നങ്ങളുടെ സീസണാണ്, സ്ഥലമാറ്റം ഉള്ളതുകൊണ്ടേ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ. ജഡികരാണ് ഇന്ന് സഭയ്ക്കകത്ത് കൂടുതൽ. പരിശുദ്ധാത്മ പ്രവൃത്തി ഇല്ലെന്നുള്ളതാണ് സത്യം. പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ ജഡികർ ആത്മീകരായി രൂപാന്തരപ്പെടത്തുള്ളൂ. ഒരു ജഡികനെ ആത്മീകനാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മ പ്രവൃത്തിയാണ്. അത് സഭകളിൽ ഇല്ല എന്ന സത്യം ഞാനങ്ങ് തുറന്ന് പറയുകയാണ്. ഒത്തിരി വാക്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൊരിന്ത്യർ സഭയിലെ മറ്റൊരു പ്രശ്നം, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ ഈ വ്യവഹാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, കേസുകളെക്കുറിച്ച്. അതായത് ഈ ആളുകൾ പുറത്തുള്ള അദാലത്തുകളിൽ, കോർട്ടുകളിൽ കേസിന് പോവുക. പൗലോസിന് ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങളിൽ ഒരുത്തനും മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകാൻ തുനിയുന്നുവോ എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാനും കോർട്ടിൽ പോകാനൊക്കെ തുടങ്ങുന്നു. നമ്മുടെ ഇടയിൽ ഇതിപ്പോൾ അങ്ങ് കൂടുതലല്ലേ. സഭയ്ക്കകത്തെ വിഷയങ്ങൾ മുഴുവൻ കോടതിയും പോലീസും ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. 1-ാം നൂറ്റാണ്ടിൽ കൊരിന്ത്യർ സഭയ്ക്കകത്ത് ഇതുണ്ടായിരുന്നു. പൗലോസ് പറയുന്നത്, നിങ്ങൾ വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ വിധിക്കുന്നവരാണ്. ദൂതന്മാരെ പോലും വിധിക്കുന്ന ഒരു ദിനമുണ്ട്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളവർ ഈ ഐഹിക കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ഈ പെന്തക്കോസ്തിൽ ഇത്രയും ഗുലുമാലുണ്ടായിട്ടും ഇത് തീർക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ സഭകളിൽ ഇല്ലയോ എന്നാണ് ചോദ്യം. അതായത് സ്പിരിച്വൽ അതോറിറ്റിയോട് എഴുന്നേറ്റ് നിന്ന് ഒരു ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ മറുതലിക്കാൻ കഴിയാത്തത്ര റെസ്പെക്റ്റുള്ള ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ പരിഹരിച്ചത് ഈ കാലഘട്ടത്തിലും നമുക്ക് മാതൃകയാണ്. 7-ാമത്തെ വാക്യം, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്തു, അതും സഹോദരന്മാർക്ക് തന്നെ. അടുത്ത വാക്യം, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നമ്മൾ പലപ്പോഴും പറയും മദ്യപാന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഈ വാക്യം കഴിഞ്ഞ ഇടയ്ക്ക് വലിയ വിവാദമായത്, ഈ ഭിത്തിക്ക് എഴുതി വെച്ചത്. ഇത് സത്യത്തിൽ ചർച്ചിൻ്റെ ഭിത്തിയിൽ എഴുതി വെക്കണം.
അതായത് ഈ കേസും തല്ലും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്നവർ, അന്യായം ചെയ്യുന്നവർ, സഹോദരന്മാരുടെ ഇടയിൽ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് പരസ്യയുഗത്തിന് വിളിച്ചു പറയുകയല്ല, നമ്മുടെ നാൽക്കവലകളിലെ ഭിത്തികളിൽ എഴുതുകയല്ല. അല്ലേ, പത്തനാപുരത്തെ ഭിത്തിയിലെ എഴുത്ത് മായ്ച്ചതൊക്കെ വലിയ പ്രശ്നമല്ലായിരുന്നു. ഈ വാക്യം സത്യത്തിൽ സഭാ ഹാളിൻ്റെ ഭിത്തിയിൽ എഴുതി വെക്കണം. എന്തെഴുതി വെക്കണം? ഈ പറഞ്ഞ അടിയും പിടിയും അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മുടെ പ്രശ്നം നമ്മൾ സെലക്റ്റീവ് റീഡിങ്ങാണ്. നമ്മൾ ഈ താഴത്തെ വായിക്കത്തുള്ളൂ, കാരണം അത് വെളിയിലുള്ളവർക്ക് വേണ്ടിയുള്ള ദൂതല്ലേ. നമ്മുടെ ദൂത് നമ്മൾ വായിക്കത്തില്ല. സെലക്റ്റീവ് റീഡിങ്ങാണ് നമ്മുടെ പ്രശ്നം. കൊരിന്ത്യർ സഭയോട് പൗലോസ് പിന്നെയും പറയുന്ന മറ്റൊരു വാക്യമുണ്ട് 11-ാമത്തെ അധ്യായത്തിൽ. പൗലോസ് പറയുകയാണ്, ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കത്തില്ലെന്ന്. ഐ വിൽ നോട്ട് അപ്രീഷിയേറ്റ് യു. 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഇനിയും ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അപ്പം നുറുക്കാനൊക്കെ കൂടുന്ന കഥയുടെ കേട്ടോ. തിരുവത്താഴത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കൂടി വരുന്നില്ലേ? നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ കാരണമായി തീരുന്നു. കൂടി വന്നിട്ട് സഭയ്ക്കകത്ത് ഭിന്നതയാണെങ്കിലോ? എന്താ പൗലോസ് ഇങ്ങനെ പറയാൻ കാരണം? ഒന്നാമത്, നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൂടി വരുന്നത് തിന്മയ്ക്കാകരുത്, നന്മയ്ക്കാകണം. സഭകൾക്കകത്ത് ഐക്യത ഉണ്ടാകണം. സഭകൾക്കകത്ത് പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടാകണം. ഞാൻ ആദ്യം പറഞ്ഞ് തുടങ്ങിയത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഇതൊരു മുന്നറിയിപ്പാണ്. ഈ വിധത്തിൽ നാം മുൻപിലേക്ക് പോയാൽ ദൈവം ചിലതിനെ ഒടിച്ചു മാറ്റും. ദൈവം ഫലം കായ്ക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായിത്തീരും. അന്നേരം നമ്മൾ മുറുമുറുത്തിട്ട് കാര്യമില്ല. ആത്മനിറവുള്ളവരെ നിയോഗിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും ആത്മനിറവുള്ളവർ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് ശുശ്രൂഷിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്തെഫാനോസിനെ പോലെ, ഫിലിപ്പോസിനെ പോലെ ശക്തിയുള്ള ശുശ്രൂഷയുടെ പ്രകടനങ്ങൾ നമുക്കൊന്നുകൂടെ കാണാൻ കഴിയും. അങ്ങനൊരു നല്ല നാളെയാണ് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അടി നടക്കുമ്പോൾ കരഞ്ഞ ഒരു കൊച്ചുകുട്ടിയില്ലേ, മതി എന്ന് പറഞ്ഞത്, അപ്പാ മതി എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയില്ലേ, അവൻ നാളെ ഒരു സ്തെഫാനോസോ ഫിലിപ്പോസോ ഒക്കെയായി മാറിയെങ്കിൽ, അല്ല ഈ അടിയും തല്ലും വഴക്കും ഒക്കെ കണ്ടിട്ട് നാളെ അവൻ ഒരു നിരീശ്വരവാദിയായി സോഷ്യൽ മീഡിയയിൽ പെന്തക്കോസ്തിനെതിരെ സംസാരിക്കുകയാണ് എങ്കിൽ ഇതിലേതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കൊച്ചുകുട്ടിക്ക് വേണ്ടി ഞാൻ മനമുരുകി പ്രാർത്ഥിക്കുന്നു. ഈ അനുഭവങ്ങൾ അവനെ സത്യത്തിൽ നിന്ന് അകറ്റരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭേദം അങ്ങ് നിർത്തുകയാണ്. എപ്പോഴും പാഠഭേദം നിർത്തുമ്പോൾ ഗോഡ് ബ്ലസ് യു ഒക്കെ പറഞ്ഞാണ് നിർത്തുന്നത്. ഇന്നും അങ്ങനെ തന്നെ നിർത്തുന്നു. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാതെ എന്ത് പറയാൻ? ഗോഡ് ബ്ലസ് യു ഓൾ.